ലോക ചരക്ക് വ്യാപാരത്തിന് പുതിയ കവാടമാകാൻ ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്തു നിന്നുള്ള സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. അതേസമയം ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്ന കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ പങ്കെടുക്കില്ല. പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചതിനാലാണ് എത്താൻ സാധിക്കാത്തത് എന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, കേരളത്തെ സംബന്ധിച്ച്, വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലിനിഷ, അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഈ ചരക്ക് കയറ്റുമതി ഇറക്കുമതി അതിൻ്റെ ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് വിഴിഞ്ഞം തുറമുഖത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചു. 10:45 ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടക്കും. ആദ്യമായി ഇവിടെ നിന്ന് പോകുന്ന കപ്പൽ, അത് കയറ്റുമതി കപ്പൽ സ്പാനിഷിലേക്കാണ്. സ്പെയിനിലെ വലൻസിയ എന്ന ഇടത്തേക്ക് ഇവിടെ നിന്ന് ചിപ്സ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടാണ് ആദ്യത്തെ കയറ്റുമതി ഈ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നടക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ കാണുന്ന കപ്പലുകൾ അത് വരുന്നു, കണ്ടെയ്നറുകൾ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നു എന്നതായിരുന്നു മുൻകാലങ്ങളിൽ സംഭവിച്ചതെങ്കിൽ ഇന്ന് അടിമുടി മാറുകയാണ് വിഴിഞ്ഞം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ചരക്ക് അത് ഇവിടെ വന്ന് കയറ്റുമതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങൾ അവിടങ്ങളിലുള്ള സാധനങ്ങൾ ഇറക്കുമതി സംസ്ഥാനത്ത് ചെയ്യുന്നു. കരമാർഗമുള്ള ചരക്ക് നീക്കം നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സംസ്ഥാനത്തിന് ഒരുപാട് വരുമാന സാധ്യതകളും വികസന സാധ്യതകളും ഒക്കെയുള്ള പദ്ധതിക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. ആദ്യ കപ്പൽ അത് വലൻസിയയിലേക്ക് പോകും. രണ്ടാമത്തെ കപ്പൽ ഇസ്താൻബുളിലേക്കാണ്. അവിടെ കേരളത്തിൽ നിന്നുള്ള കളിമണ്ണ് കൊണ്ടുപോകുകയാണ് അങ്ങോട്ടേക്ക്. ഈ വിഴിഞ്ഞം തുറമുഖം ചരക്ക് നീക്കത്തിന് സാധ്യമാകുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് സമയലാഭം ഉണ്ടാക്കുന്നു, സാമ്പത്തിക ചെലവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ ഇപ്പോൾ വലൻസിയയിലേക്ക് ഒരു കപ്പൽ ഇങ്ങനെ ചരക്കുമായി പോകുകയാണെങ്കിൽ 60 ദിവസം എടുക്കുമായിരുന്നത്, കൊളംബിയ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ വഴി പോകുമ്പോൾ 60 ദിവസം എടുക്കുമായിരുന്നത് ഇനി 28 ദിവസം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അത് പ്രാദേശികമായിട്ടുള്ള സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് നമുക്ക് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാൻ കഴിയുന്നു. മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. കരമാർഗമുള്ള ഗതാഗതം, ചരക്ക് നീക്കം നടക്കുന്നു. അത് വലിയ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ സംസ്ഥാനത്തിന് ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പോകുന്നു ഇന്ന് തൊട്ട് എന്ന് പറയേണ്ടി വരും. അതേസമയത്ത് ഇക്കാര്യത്തിൽ ഈ ഔദ്യോഗിക ചടങ്ങ് 10:45 കൂടിയാണ് ആരംഭിക്കുക. ആ ചടങ്ങിലേക്ക് കേന്ദ്രമന്ത്രിയെ, തുറമുഖ മന്ത്രിയെയാണ് മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഈ ചടങ്ങിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം മന്ത്രിമാരുടെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശദീകരണം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമം MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കേരളത്തിൽ ഇല്ല, അദ്ദേഹം ബംഗളൂരുവിലാണ് എന്നാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹവും പങ്കെടുക്കുന്നില്ല. അതോടൊപ്പം വി മുരളീധരൻ, അദ്ദേഹത്തെയും ക്ഷണിച്ചിരുന്നു. അങ്ങനെ BJP MLA മാർ അല്ലെങ്കിൽ കേന്ദ്ര തുറമുഖ മന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോവാൾ എന്നിവരുടെയൊക്കെ ഒരു അസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് എടുത്തു പറയണം. അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ക്ഷണമുണ്ട്, അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് എത്തുമെന്ന് അറിയിക്കുന്നു. അതേസമയത്ത് പ്രധാനപ്പെട്ട മുഖ്യാതിഥിയായി എത്തേണ്ട കേന്ദ്ര തുറമുഖ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതോടുകൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ അദാനി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ എന്നിവരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ ആസ്ഥാനത്ത് നടക്കുകയാണ്. അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കും. ലിനിഷ. അർജുൻ, അതോടൊപ്പം തന്നെ മിഷൻ സമുദ്ര പദ്ധതിക്കും ഇതേ വേദിയിൽ ഇന്ന് തുടക്കമാവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിന്റെ പ്രതീക്ഷകൾ അതെന്തൊക്കെയാണ്? ലിനിഷ, മിഷൻ സമുദ്ര UDF സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ്. കഴിഞ്ഞ ബജറ്റിലാണ് അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഈ വി ഡി സതീശൻ നടത്തുന്നത്. അത് തീര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വികസനം, കേരളത്തെ ഒരു തീര നഗരമാക്കുക എന്നുള്ളതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 വ്യവസായ ക്ലസ്റ്ററുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. 3 പുതിയ നഗരങ്ങൾ അത് രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് പദ്ധതിയിലുണ്ട്. 600 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തെ
ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പോർട്ട് സിറ്റി മാതൃക രൂപീകരിക്കുക എന്നുള്ളതാണ് മിഷൻ സമുദ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പുതിയ വിപണികളിലേക്ക് പ്രവേശനമൊരുക്കുക, തീരത്തോട് ചേർന്നിട്ടുള്ള വികസന സാധ്യത പൂർണ്ണമായും നേടിയെടുക്കുക, അങ്ങനെ കേരളത്തെ ഒരു തുറമുഖ നഗരം എന്ന നിലയിലേക്ക് വലിയ വികസന സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് മിഷൻ സമുദ്ര ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ആ പദ്ധതിയുടെ പ്രഖ്യാപനവും ഇന്ന് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തും. ഇനി എന്തായാലും 10:45 ചടങ്ങിനെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അറിയാനാകുന്നത്.